السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഖവാരിജികളുടെ ആധുനിക പതിപ്പുകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 7-ാമത്തെ സൂക്തം فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله. ഹൃദയങ്ങളിൽ സത്യത്തോട് നിരക്കാത്ത ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ അവരുടെ സ്വഭാവം ഫയത്തബിഊന മാ തശാബഹ മിൻഹു, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള മുത്തശാബിഹായ ആയത്തുകളെ തേടിപ്പിടിച്ച് അതിൻ്റെ പിന്നാലെ പോകും. ഫിത്തിന ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം കരുതിക്കൊണ്ടൊക്കെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, വകാന ഖത്താദത്ത് റളിയല്ലാഹു അൻഹു ഖത്താദ റളിയല്ലാഹു അൻഹു ഇദാ ഖറഅ ഹാദിഹിൽ ആയ വഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സയ്ഗ് എന്ന ഈ സൂക്തം പാരായണം ചെയ്താൽ അവർ പറയും, ആരാണ് ഈ ഹൃദയത്തിൽ ഇങ്ങനെ സത്യത്തോട് നിരക്കാത്ത ആശയം കൊണ്ടു നടക്കുകയും അങ്ങനെ മുത്തശാബിഹായ ആയത്തുകളെ പിടിച്ച് ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നവർ ആരാണ് എന്നിടത്ത് അദ്ദേഹം പറയാണ്, ഇല്ലം യകൂനു അൽ ഹറൂരിയ വസ്സബഇയ ഫലാദിനി മൻഹും. അത് ഹറൂരിയാക്കളും അതുപോലെ സബഇയാക്കളും അല്ലെങ്കിൽ പിന്നെ മറ്റേ ആരാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഖവാരിജികളെ കുറിച്ചാണ് ഹറൂരിയ എന്ന് പറയുന്നത്, റാഫിദത്താണ് സബഇയ്യത്ത് എന്ന് പറയുന്നത്. അബൂ ഗാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അദ്ദേഹം ഹദീസ് പറയാണ്, ഫീ ഖൗലിഹി തആല ഫഅമ്മൽ ലദീന ഫീ ഖുലൂബിഹിം സയ്ഗ്. ഈ ഹൃദയത്തിൽ സത്യത്തോട് നിരക്കാത്ത ആശയം കൊണ്ടു നടന്ന് മുത്തശാബിഹായ ആയത്തിന്റെ പുറകെ പോയി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാരാണ്? ഹും അൽ ഖവാരിജു, അവർ ഖവാരിജുകളാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തശാബിഹായ ആയത്തുകളെ പിന്നാലെ പോയി ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ഇസ്ലാമിലെ ആശയ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നവർ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നവർ ആരാണ്? ഖവാരിജുകൾ ആണ് എന്ന് സാരം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, വയദ്ഖുലു ഫീ ഹാദൽ ബാബി ഇസ്തിദ്ലാലുൽ മുശബ്ബിഹത്തി ബിഖൗലിഹി തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. മുശബ്ബിഹത്ത് ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നവരാണ്. അവർ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ പോലത്തെ ആയത്തുകൾ വെച്ച് അല്ലാഹുവിന് സ്ഥലമുണ്ട്, ഇരിപ്പിടമുണ്ട്, ഭാഗമുണ്ട് എന്നൊക്കെ പറയുന്നവരാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് പറയുന്നു, വ്യക്തമായ പ്രമാണം കൊണ്ട് നമുക്ക് മനസ്സിലാകും, യംതനു അയ്യകൂനൽ ഇലാഹു ഫീ മക്കാൻ, അല്ലാഹു ഒരു സ്ഥലമുണ്ട് എന്ന് അവനിലേക്ക് ചേർത്തി പറയൽ അസംഭവ്യമാണ്, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഫയകൂനു ഖൗലുഹു അർ-റഹ്മാനു അലൽ അർശ്, വ്യക്തമായ പ്രമാണം പറയുന്നത് അല്ലാഹുവിന് സ്ഥാനമില്ല, സ്ഥലമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തമായ പ്രമാണത്തിന് സ്ഥിരപ്പെട്ട ആശയങ്ങൾക്ക് എതിരെ തോന്നിപ്പിക്കുന്ന ബാഹ്യാർത്ഥം തോന്നിപ്പിക്കുന്നതിനാണ് മുത്തശാബിഹാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ഈ ആയത്താവും മുത്തശാബിഹൻ, അത് മുത്തശാബിഹാണ്. വമൻ തമസ്സക ബിഹി, ആ മുത്തശാബിഹ ആയത്ത് പിടിച്ചിട്ട് ആശയം രൂപപ്പെടുത്തുന്നവർ, കാന മുത്തമസ്സികം ബിൽ മുത്തശാബിഹാത്തി, അവർ മുത്തശാബിഹാത്ത് കൊണ്ട് പിന്നാലെ പോയവർ, മുറുകെ പിടിച്ചവർ എന്ന ആ ഖുർആൻ വളരെ മോശമായി ചിത്രീകരിച്ച ആ ഗണത്തിൽ പെടും എന്നാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ വേറൊരിടത്ത് ഇമാം റാസി പറയുന്നുണ്ട്, വഅലം അന്നൽ മുശബ്ബിഹ യഹ്തജു അലാ ഇസ്ബാത്തിൽ മക്കാനി ലില്ലാഹി തആല ബിഖൗലിഹി അഅമിൻതും മൻ ഫിസ് സമാ. അഅമിൻതും മൻ ഫിസ് സമാ എന്ന ആയത്ത് അതിന്റെ ബാഹ്യാർത്ഥം അല്ലാഹു ആകാശത്തിലാണ് ബോധിപ്പിക്കുന്നതാണ്. ആ ആയത്ത് വെച്ചുകൊണ്ട് മുശബ്ബിഹത്ത് തെളിവ് പറഞ്ഞു. എന്തിന്? അല്ലാഹു ആകാശത്തിലാണ്, അവന് സ്ഥലമുണ്ട് എന്നതിന്. വൽജവാബു അൻഹു, അതിന് മറുപടി, അന്ന ഹാദിഹിൽ ആയ ലാ യുംകിനു ഇജ്റാഉഹു അലാ ളാഹിരിഹി, മുഹ്കമായ ആയത്തിന് എതിരായതുകൊണ്ട് തന്നെ, അഥവാ ബാഹ്യാർത്ഥം അതിനെതിരായതുകൊണ്ട് തന്നെ
ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം വെക്കാൻ പാടില്ല. അത് ആരുടെ തീരുമാനമാണ്? ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് പറയുകയാണ്. അപ്പൊ ഖവാരിജികളുടെ സ്വഭാവമാണ്, റാഫിദത്തിന്റെ സ്വഭാവമാണ് ഇത്തരം ആയത്തുകൾ, റഹ്മാൻ അലൽ അർശി ഇസ്തവ പോലത്തെ ആയത്തുകളും അമിൻതും മൻ ഫിസ്സമായി പോലത്തെ ആയത്തുകളും വെച്ചിട്ട് അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുന്ന സ്വഭാവം. ഈ സ്വഭാവം നമുക്കിടയിൽ കൊണ്ടു നടക്കുന്ന ആരാണ്? അത് സലഫികളാണെന്നല്ല ആർക്കാ തർക്കമുള്ളത്? സലഫികളുടെ തൗഹീദ്, അവർ തൗഹീദിനെ മൂന്നാക്കി പറഞ്ഞതിൽ ഒരു തൗഹീദിന് എന്താണ്? തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നാണ്. ആ തൗഹീദ് കൊണ്ട് അവര് പ്രചരിപ്പിക്കുന്ന എന്താണ്? അള്ളാഹുവിന് സ്ഥലമുണ്ട്, അള്ളാഹുവിന് ഭാഗമുണ്ട്, അള്ളാഹുവിന് ഇരിപ്പിടമുണ്ട് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ അയാൾ പറയുന്നുണ്ട്, മുഅ്മിനുകൾ പ്രാർത്ഥിക്കുമ്പോൾ മേൽപോട്ട് കൈ ഉയർത്തുന്നല്ലോ, മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏതോ ഒരു സാധനം ഏറ്റുവാങ്ങാനാണെന്ന വണ്ണം രണ്ട് കൈയും കൂടി ഒരു പാത്രത്തിന്റെ രൂപത്തിൽ കൂട്ടിപ്പിടിക്കുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് നിർമ്മലമായ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ഈ അർത്ഥം കേട്ട് ആവശ്യം നിറവേറ്റപ്പെടുന്ന അനുഗ്രഹകർത്താവ് മേൽഭാഗത്താകുന്നു എന്നാണ്. നിർമ്മല മനസ്സല്ല, ഹൃദയത്തിൽ സയ്യിബുള്ളവരാണ് ഇത്തരം അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുന്നവർ എന്ന് അള്ളാഹുവിനെ സൃഷ്ടി സമാനമാക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അള്ളാഹു മേൽഭാഗത്താകുന്നു, അവന് സ്ഥാനമുണ്ട്, അള്ളാഹു ആകാശത്തിലാണ് ഉള്ളതെന്ന് ഒരു പച്ച പരമാർത്ഥമാകുന്നു എന്നാണ് ഉമർ മൗലവി എന്താവുന്നത് ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ കുളിക്കൽ അവതരിപ്പിച്ച പ്രമേയത്തില് അള്ളാഹു പ്രപഞ്ചത്തിന് പുറത്താണെന്നത് അഹ്ലുസുന്നത്തിന്റെ ഉറച്ച വിശ്വാസമാണ്. അത് സമർത്ഥിക്കാൻ ഇവിടെ തെളിവുകൾ ഉദ്ധരിക്കേണ്ടതില്ല. അതുപോലെ അള്ളാഹു ഏഴാനാകാശങ്ങൾക്ക് ഉപരിയിൽ വാഴുന്നവനാണെന്ന സത്യം, ഉൽവിയ്യത്ത്, ഫൗഖിയ്യത്ത് എന്ന സിഫത്ത് ഖുർആനിലെയും സുന്നത്തിലെയും ആയിരത്തോളം തെളിവുകളുടെ പിൻഫലത്തോടെ സമർത്ഥിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ആയത്തുകളും ഹദീസുകളും വെച്ച്, അഥവാ ബാഹ്യാർത്ഥം അള്ളാഹു ആകാശത്തിലാണ് അല്ലെങ്കിൽ അവൻ സ്ഥലമുണ്ടെന്നൊക്കെ തോന്നുന്നു, ആ ബാഹ്യാർത്ഥം വരുന്ന ആയത്തുകൾ വെച്ച് അള്ളാഹുവിന് മുകൾ ഭാഗം, അതുപോലെ താഴ്ഭാഗം, മുകൾ ഭാഗം, ഉൽവിയ്യത്ത്, ഫൗഖിയ്യത്ത് പോലത്തെ ഭാഗങ്ങളെ സ്ഥിരപ്പെടുത്തുകയും അവന് സ്ഥലമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് ആരാണ്? സലഫികളാണ്. ധാരാളം അവരെന്തായിട്ടുണ്ട്, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആരുടെ വാദമാണ്? അള്ളാഹുന് ഭാഗമുണ്ട്, സ്ഥലമുണ്ട്, അവയവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് അത് സലഫികളുടെ വാദമാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ആകാശത്തേക്ക് കൈവെക്കുന്നതിനാണ് അള്ളാഹു മുകൾ ഭാഗത്തായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ എല്ലായിടത്തും അല്ലേ കൈ എന്താവേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അള്ളാഹു മുകൾ ഭാഗത്താണെന്ന് അയാൾ പ്രസംഗിക്കുന്ന, അത് സലഫികൾ എല്ലാവരും പ്രസംഗിക്കുന്നതും പറയുന്നതാണ്. അപ്പൊ അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് അവർ സമർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇത്തരം മുത്തശാബിഹായ ആയത്തുകൾ വെച്ചുകൊണ്ടാണ്. മുത്തശാബിഹായ ആയത്തുകൾ പിറകെ പോയി ആശ്രയങ്ങൾ പറയുന്നതും അങ്ങനെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതും അത് ഖവാരിജുകളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഈ വാദം റാഫിദത്തിൻ്റെതാണ്. മഹാനായ ഇമാം ഇസ്ഫറായിനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഅലം അന്ന ജമീഅൽ യഹൂദി ഫീ ഉസൂലി തൗഹീദ് ഫരീഖാൻ, തൗഹീദുമായി ബന്ധപ്പെട്ട യഹൂദികൾ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം മുഷബ്ബിഹത്താണ്, വഹും അൽ-അസ്ലു ഫി തശ്ബീഹി, അവരാണ് ഈ തശ്ബീഹ് വാദത്തിന്റെ തുടക്കക്കാർ. വകുല്ലു മൻ ഖാല ഖൗലൻ ഫീ ദൗലത്തിൽ ഇസ്ലാമി ബിശൈഇൻ മിന തശ്ബീഹി, ഇത്തരം തശ്ബീഹ് വാദം ഇസ്ലാമിക വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് നസഖ അലാ മിൻവാലിഹിം, അത് ജൂതന്മാരിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. വഅഖദ മഖാലത്തൻ മിൻ മഖാലിഹിം അർ-റവാഫിദു, ആരാണ് അവരിൽ നിന്ന് ഈ ആശ്രയം കടമെടുത്തവർ? റാഫിദത്താണ്. വഗൈറുഹും, അവരല്ലാത്ത ഖവാരിജികളെ പോലത്തവരാണ്. വലിഹാദാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് അർ-റവാഫിദു യഹൂദു ഹാദിഹിൽ ഉമ്മ, റാഫിദത്ത് ഈ ഉമ്മത്തിലെ ജൂതന്മാരാണ്. ലിഅന്നഹും അഖദു തശ്ബീഹ മിനൽ യഹൂദ്, ഈ അല്ലാഹുവിനെ സൃഷ്ടികളോട് സാമ്യപ്പെടുത്തുന്ന ഇത്തരം വാദങ്ങൾ അവർ പകർത്തിയെടുത്തത് ജൂതന്മാരിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവർ ഈ ഉമ്മത്തിലെ ജൂതന്മാരാണെന്ന്
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ വാദം റാഫിദത്തിൻ്റെതാണ്. മുമ്പൊക്കെ പറഞ്ഞതുപോലെ സുന്നികളെ ഷിയ ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ മറുവശത്താണ് എന്ന് നാം പറയാൻ കാരണം ഈ ഷിയ ആശയം മുസ്ലിം ഉമ്മത്തിൽ തൗഹീദിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ആരാണ്? സലഫികളാണ്. ധാരാളം ഉദ്ധരണികൾ നമുക്ക് വായിക്കാനുണ്ട്, അത് പറയേണ്ടതില്ല. അത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇത് മക്ക മുശ്രിക്കിന്റെ വാദമാണ്. കാലത്തിൽ അറബ് മുഖർരിനീന ബിവുജൂദില്ല, ദൈവമുണ്ടെന്ന് മക്കയിലെ മുശ്രിക്കുകൾ അവർ പറയാറുണ്ട്. പക്ഷെ ലാക്കിന്നഹും കാനു യഅ്തഖിദൂന, അവരുടെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നത്? അന്നഹു ഫിസ് സമാ, അല്ലാഹു ആകാശത്തിലാണ്. വഫ്ഖ ഖൗലിൽ മുശബ്ബിഹ, ഇത് മുശബ്ബിഹത്തിന്റെ വാദത്തോട് യോജിച്ച വാദമാണ്. മക്ക മുശ്രിക്കിനെ പോലെയാണ് സുന്നികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ തങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഇത്തരം അബദ്ധ ജടിലമായ വിശ്വാസങ്ങളെ മറച്ചു വെക്കാനുള്ളതാണ് എന്ന് നമ്മൾ ആരും അറിയാതെ പോകരുത്. അപ്പൊ അല്ലാഹു ആകാശത്തിലാണ് എന്ന വാദം മുശബ്ബിഹത്തിൻ്റെതാണ്, മക്ക മുശ്രിക്കിൻ്റെതാണ് എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ വാദം എന്താണ്? അള്ളാഹുവിനൊരു സ്ഥലമില്ല, അവൻ സ്ഥലകാലാതീതനാണ്. എന്ത് തെളിവ്? ഖുൽ ഹുവല്ലാഹു അഹദ്. അതിന് തെളിവ് സൂറത്തു തൗഹീദായ ഖുൽ ഹുവല്ലാഹു അഹദാണ്. എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. വൈദാ കാന അഹദൻ, അല്ലാഹു അഹദ് ആണ് എന്ന് വന്നാൽ വജബ അല്ലാ യകൂന ജിസ്മ, അല്ലാഹുവിന് തടി ഉണ്ടെന്ന് പറയാൻ പറ്റൂല. വൈദാ ലം യകുൻ ജിസ്മൻ, അല്ലാഹു ജിസ്മ അല്ല എന്ന് വന്നാൽ ലം യകുൻ ഫിൽ മക്കാൻ, അല്ലാഹു സ്ഥലത്തിരിക്കുകയാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അല്ലാഹു അഹദ് എന്ന മുഹ്കമായ ആയത്തിന് വിരുദ്ധമാണ്, ആയത്തിനെതിരാണ് സലഫികൾ മുതശാബിഹായ ആയത്തുകൾ വെച്ചുകൊണ്ട് ആശ്രയത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. ഫൽ അഹദു, അഹദ് എന്നത് യസ്തഹീലു അൻ യകൂന മുതഹയ്യിസൻ വഇദാ ലം യകുൻ മുതഹയ്യിസൻ ലം യകുൻ ഫീ ഷൈഇൻ മിനൽ അഹ്യാസി വൽ ജിഹാത്തി, അല്ലാഹുവിന് ഒരു ഭാഗമുണ്ടെന്ന് പറയാൻ പാടില്ല എന്നത് പഠിപ്പിക്കുന്നത് അല്ലാഹു അഹദ് എന്ന സൂറത്തു തൗഹീദിലെ 1-ാമത്തെ സൂക്തമാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. തമസ്സകത്തിൽ മുജസ്സിമതു ഫീ ഇസ്ബാത്തിൽ ഉലൂവി ബിൽ മക്കാനി ബിഖൗലിഹി സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, മേലെയായ അല്ലാഹു എന്ന അർത്ഥം വെച്ച് അല്ലാഹു മുകളിലാണ് എന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ട് തെളിവ് പിടിച്ചത് ആരാണ്? മുജസ്സിമത്താണ്. വൽ ഹഖ്, സത്യം എന്താണ്? അന്നൽ ഉലൂവ ബിൽ ജിഹത്തി അല അല്ലാഹി തആല മുഹാൽ, അല്ലാഹു മുകൾ ഭാഗത്താണെന്ന് പറയൽ അസംഭവ്യമാണ്, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്ന ഈ രീതിയിലുള്ള ഇസ്തവ അലൽ അർശ് 7ഓളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിലുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ സ്ഥലങ്ങളിലെല്ലാം വിശദമായി ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅലിംന അന്ന വസ്ഫൽ ഇലാഹി ബിൽ ഖലാഖിയ വഅദമ വസ്ഫിഹി ബിൽ മക്കാനി വൽ ജിഹാദ്, അല്ലാഹു ഖാലിഖാണ് എന്ന വിശേഷണം, അതുപോലെ അല്ലാഹുവിന് ഒരു ഭാഗമില്ല, അവനൊരു സ്ഥലമില്ല എന്ന വാദം അത് ദീൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ദീനാണ്. വസാഇരി ജമീഉൽ അംബിയ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അംബിയാക്കളും കൊണ്ടുവന്ന ദീൻ അതാണ്. എന്നാൽ വസ്ഫഹു തആല ബികൗനിഹി ഫിസ് സമാ, അല്ലാഹു ആകാശത്തിലാണെന്ന് പറഞ്ഞ വാദമാരുടേതാണ്. ദീൻ ഫിർഔന, അത് ഫിർഔനിന്റെ വാദമാണ്. വഇഖ്വാനിഹി മിനൽ കഫറ, അവിശ്വാസികളുടെ വാദമാണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തൗഹീദിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ അത് മുശ്രിക്കീങ്ങളാണെന്നും അതുപോലെ അബൂജഹലുമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഫിർഔനിന്റെ വാദം മറച്ചു പിടിക്കാനുള്ള ഗൂഢമായ തന്ത്രമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും എന്താ വേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്താ വേണ്ടതുണ്ട്? ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഫതബത ബിഹാദിഹിൽ വുജൂഹ്, ധാരാളം ന്യായങ്ങൾ തെളിവുകൾ പറഞ്ഞ ശേഷം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന ഹാദിഹിൽ ആയ ലാ യുംകിനു ഹംലുഹാ അലാ വാഹിരിഹാ, അതിന്റെ ബാഹ്യാർത്ഥത്തിന്റെ മേൽ അതിനെ ചുമത്താൻ പാടില്ല. ബിൽ ഇത്തിഫാഖി, അത് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ്. റാഫിദത്തിന് അതിനെതിരാണല്ലോ, ഖവാരിജ് അതിനെതിരാണ്. അവരെ മുസ്ലിം ഉമ്മത്തിലെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല, യഥാർത്ഥ ഇസ്ലാമിക സരണിയിലായി നമ്മൾ അവരെ ഉൾപ്പെടുത്തുന്നില്ല. വൈദാ കാന കദാലിക ഇംതനഅൽ ഇസ്തിദ്ലാലു ബിഹാ ഫീ ഇസ്ബാത്തിൽ മക്കാനി വൽ ജിഹാദി ലില്ലാഹി തആല, അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരുമാനവും അതുപോലെ പരിശുദ്ധ ഖുർആനിലെ മുഖ്യമായ ആയത്തുകളുടെ വ്യക്തമായ അർത്ഥവും അനുസരിച്ച് അല്ലാഹുവിന്റെ സ്ഥാനമോ
ഭാഗമോ ഇല്ല എന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഇരിപ്പിടമുണ്ട്, അവൻ അർശുമിരിക്കുകയാണ് പോലോത്ത വാദങ്ങൾ ഇത്തരം മുത്തശാബിഹായ ആയത്തുകൾ വെച്ചുകൊണ്ട് പറയാൻ പാടില്ല. അജ്മാഅത്തിൽ ഉമ്മത്തു അലാ അന്ന ഖൗലുഹു ഖുൽ ഹുവല്ലാഹു അഹദ് മിനൽ മുഹ്കമാത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്ത് ഖുർആനിലെ മുഹ്കമായ ആയത്തിൽപ്പെട്ടതാണ്, അഥവാ ബാഹ്യാർത്ഥം വെക്കാൻ പറ്റിയ ആയത്തിൽപ്പെട്ടതാണ്. ലാ മിനൽ മുതശാബിഹാത്തി, ബാഹ്യാർത്ഥം വെക്കരുത് എന്ന് പറഞ്ഞ ആയത്തിൽപ്പെട്ടതല്ല. ഫലൗ കാന മുഖ്തസ്സൻ ബിൽ മക്കാൻ, അല്ലാഹുവിന് സ്ഥലമുണ്ടെന്ന് വന്നാൽ അവൻ എന്താവും? അവൻ മുറക്കബാണ് എന്ന് വരും, അവൻ പലതിനാലും കൂടിച്ചേർന്നവനാണെന്ന് വരും. ഫലാ യകൂനു അഹദൻ ഫിൽ ഹഖീഖ, അപ്പോൾ അവൻ അഹദാണ് എന്ന് പറഞ്ഞതിനെതിരാണ്. ഫയബ്തുൽ ഖൗലുഹു ഖുൽ ഹുവല്ലാഹു അഹദ്, അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഖൗല് ശരിയല്ല എന്ന് പറയേണ്ടി വരും. അത് മുഹ്കമായ ആയത്താണ്. അതുകൊണ്ട് തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തിന്റെ അതിലൂടെ പഠിപ്പിക്കപ്പെട്ട ആശയത്തിനെതിരാണ് അല്ലാഹുവിന് സ്ഥലവും ഭാഗവും ഉണ്ടെന്ന് പറയൽ. അൽ മുശബ്ബിഹത്തു തഅല്ലഖത് ബിഹാദിഹിൽ ആയ ഫി അന്ന മഅബൂദഹും ജാലിസുൻ അലൽ അർശ്, അവരുടെ ആരാധ്യനായ ദൈവം അർശിൽ ഇരിക്കുകയാണ് എന്നതിന് തെളിവാക്കിയത് ആരാണ്? മുശബ്ബിഹത്താണ്. വഹാദാ ബാത്തിലുൻ ബിൽ അഖ്ലി വൻ നഖൽ, ഇത് ബുദ്ധിപരമായി ഇത് സത്യവിരുദ്ധമാണ്, അതുപോലെ പ്രമാണ വിരുദ്ധവും ആണ് എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദമായി പറയുന്നത്. വലൗ തദബ്ബറൽ ഇൻസാനു അൽ ഖുർആൻ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആൾക്കാർ എന്ന് പറഞ്ഞാൽ പോരാ, ഖുർആൻ ഒരാൾ കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ ലവജദഹു, അവൻ ഖുർആനിൽ കണ്ടെത്താൻ കഴിയും മംലൂഅൻ മിൻ അദമി ജവാസി കൗനിഹി ഫി മക്കാനിൻ, അല്ലാഹു ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനല്ല എന്ന ആശയത്താൽ നിറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. നേരത്തെ പുളിക്കൽ പ്രമേയത്തിൽ അതുമായി ബന്ധപ്പെട്ടവരുടെ ചർച്ചയിൽ പറഞ്ഞതാണ്, ആയിരത്തോളം തെളിവുകളുടെ പിൻബലുണ്ട്. ഖുർആൻ അർത്ഥം എന്താണ്? അല്ലാഹുവിന് സ്ഥലമുണ്ട്, ഭാഗമുണ്ട് എന്നാണ് ഓര് പറഞ്ഞത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ നിറഞ്ഞു കിടക്കുന്നു, അല്ലാഹുവിന് സ്ഥലമുണ്ടെന്ന് പറയാൻ പാടില്ല, അവനൊരു ഭാഗമുണ്ടെന്ന് പറയാൻ പാടില്ല, അവനൊരു ഇരിപ്പിടമുണ്ട് എന്ന് പറയാൻ പാടില്ല. നമ്മൾ മാത്രം പറഞ്ഞതല്ല, 952 ഫത്താവ അൽമനാറില് കാഫിറായ മുബത്തദിന്റെ ഉദാഹരണം, അഥവാ ഇസ്ലാം എന്ന് പുറത്തുപോയ മുബത്തദിന്റെ ഉദാഹരണം പറയുന്നത് അല്ലാഹുവിന് ജഡം, അവന് രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അല്ലാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. അത് വിശ്വാസികളുടെ വാദമല്ല, അത് അവിശ്വാസികളുടെ വാദമാണ്. എന്നാൽ ഉമർ മൗലവി പറഞ്ഞത് എന്താണ്? ഈ പ്രാർത്ഥന കേട്ട് ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന അനുഗ്രഹകർത്താവ് മേൽഭാഗത്താകുന്നു. അൽമനാർ 952 പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് കാഫിറാണ്, അവിശ്വാസികളുടെ വാദമാണ്. എന്നാൽ ഉമർ മൗലവി പറയുന്നു, തൗഹീദ് ആവണമെങ്കിൽ, അഹ്ലുസുന്ന ആവണമെങ്കിൽ, മുസ്ലിം ആവണമെങ്കിൽ അല്ലാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ മുതശാബിഹായ ആയത്തുകൾ പിന്നാലെ പോയി അല്ലാഹുവിനെ കുറിച്ച് അവനെ യോജിക്കാത്ത ആശയങ്ങൾ പറഞ്ഞ് ഫിത്നയുണ്ടാക്കി മുസ്ലിം ഉമ്മത്തിലെ തൗഹീദിലെ വെള്ളം ചേർത്ത് ഇസ്ലാമിന്റെ ആദർശങ്ങളെ വിഘ്നമാക്കിക്കൊണ്ടിരിക്കുന്നത് ഖവാരിജുകളായിരുന്നു, റാഫിദത്തായിരുന്നു. ആ ഖവാരിജിനെ പോലെ തന്നെ ഈ ആശയം നമുക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ്? സലഫികളാണ്. ധാരാളം പറയാനുണ്ട്, സലഫികളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഖവാരിജികളുടെ ആധുനിക പതിപ്പുകളാണ്, റാഫിദത്തിന്റെ ആധുനിക പതിപ്പുകളാണ് സലഫികൾ എന്നത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനേക്കാളും അപകടം പിടിച്ച റാഫിദത്തിന്റെയും ഖവാരിജിന്റെയും ആശയങ്ങൾ ഈ ഉമ്മത്തിൽ തൗഹീദിന്റെയും അല്ലെങ്കിൽ സുന്നത്തിന്റെയും പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സലഫികൾ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും തങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖവാരിജ് റാഫിദത്തിന്റെ ആശയങ്ങളെ മറപിടിക്കാനാണ് സുന്നികൾക്കെതിരെ റാഫിദത്തിന്റെ ഷിയ ആരോപണവും അല്ലെങ്കിൽ മറ്റ് പൂർവ്വകാല വിദഇകളിലേക്ക് നമ്മളെ ചേർത്തി പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഹഖ് ഹഖായി മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ച് ജീവിച്ച് ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ച് അവരെയും സന്മാർഗത്തിലാക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.